ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ അഡീനിയം സീഡ് എങ്ങനെയാണ് സീഡ്ലിംഗ് ട്രേയിൽ നിറച്ച് അതിനെ കിളിർപ്പിച്ചെടുക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടുന്ന ഒന്ന് രണ്ട് വസ്തുക്കളെ പരിചയപ്പെടുത്താം. ഇത് ചകിരി കമ്പോസ്റ്റും പെർലൈറ്റ് എന്ന് പറയുന്ന ഇതും ചെടികളുടെ സീഡ്ലിങ്ങിന് വളർച്ചയ്ക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു സാധനമാണ് പെർലൈറ്റ്. പെർലൈറ്റിൻ്റെ ഗുണം, ഈ സീഡ്ലിംഗ് ട്രേയിൽ ചകിരി കമ്പോസ്റ്റിനൊപ്പം പെർലൈറ്റ് കൂടെ നിറച്ച് കഴിഞ്ഞാൽ ഈ ചകിരി കമ്പോസ്റ്റ് കട്ടിയാകാതെ നല്ല വേരോട്ടത്തിൽ ചെടികളുടെ വേര് പെട്ടെന്ന് വളർന്നു വരികയും ഈ സീഡ് വളരെ വേഗം വളർന്നു വരികയും ശരിയായ താപനില നിയന്ത്രിക്കുവാനും വെള്ളത്തിൻ്റെ ക്രമീകരണം അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ശരിയായി ക്രമീകരിച്ച് കൊണ്ടുപോകുവാനും ഈ പെർലൈറ്റിന് കഴിയുന്നു. അതുകൊണ്ടാണ് സീഡ്ലിംഗ് ട്രേയിൽ നമ്മൾ സാധാരണയായി പെർലൈറ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ 1:1 എന്ന അനുപാതത്തിലാണ് പെർലൈറ്റും ചകിരി കമ്പോസ്റ്റും എടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ സീഡ് നടുന്നത് എന്ന് നമുക്ക് നോക്കാം. ചെടികളിൽ നമുക്ക് ഈ സീഡ് പോട്ട് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. ഇതിൽ നമുക്ക് എടുത്താൽ അറിയാം, ഇതിൽ രണ്ട് സൈഡിലും ഫെദർ പോലുള്ളൊരു സംഭവം നമുക്ക് കാണാം. ഇത് പ്രകൃതി തന്നെ അതിനുണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവാണ്. കാരണം ഇത് പറന്നുപോയി മറ്റെവിടെയെങ്കിലും ചെന്ന് കിടന്ന് കിളിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. കാറ്റത്ത് ഇത് വളരെ വേഗം പറന്നു പോകും. ഇതിൻ്റെ രണ്ട് ഭാഗത്തെ രണ്ട് അഗ്രവും എടുത്തു കഴിഞ്ഞാൽ അതിനകത്താണ് സീഡ് ഇരിക്കുന്നത്. ഇതാണ് സീഡ്. ഈ സീഡിനെ ഏകദേശം ഞാൻ വെള്ളത്തിൽ കുതിർത്തതാണ്. 1 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഇതിനെ നടുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ചെടി ഇങ്ങനെയുള്ള സീഡുകളെ നമ്മൾ നടുമ്പോൾ ഈ സീഡ്ലിംഗ് ട്രേക്കകത്ത് ഈ പെർലൈറ്റും ചകിരി കമ്പോസ്റ്റും നിറച്ചതിന് ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിറച്ചതിന് ശേഷം ഓരോ കുഴി ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ ഓരോ കുഴികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഈ സീഡ്, കുതിർത്ത് വെച്ചിരിക്കുന്ന സീഡ് ഓരോന്നായി ഈ നമ്മൾ ഉണ്ടാക്കിയ കുഴിക്കുള്ളിലേക്ക് നിറച്ചു കൊടുക്കുക. ഇത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കയ്യിലൊട്ടി ഓരോ സ്ഥലത്തും അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓരോന്നായി ഓരോ ഹോളുകളിൽ നിറച്ചു കൊടുക്കുക. ഇങ്ങനെ സീഡ് നിറച്ചതിന് ശേഷം മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് ചേർത്ത് ഫില്ല് ചെയ്യുക. ഇങ്ങനെ സീഡ് നിറച്ച് നമ്മുടെ മീഡിയ ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ നനച്ചു കൊടുക്കുക. സ്പ്രെയർ ഉപയോഗിച്ച് മാത്രമേ നനയ്ക്കാവൂ. അല്ലാതെ നമ്മൾ നനച്ചാൽ ഈ സീഡ് തെറിച്ചു പോകും. അത് ശരിയായി മുളയ്ക്കാൻ കഴിയാതായി പോകും. അതുകൊണ്ട് ഒരു സ്പ്രെയർ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുക. നനച്ചതിന് ശേഷം ഏകദേശം 2-3 ദിവസം ഇതിനെ തണലിൽ സൂക്ഷിക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ ഇതിന് മുള പൊട്ടി വരുന്നത് കാണാം. അപ്പോൾ ചെറിയ തണലിൽ നിന്ന് മാറ്റി ചെറിയ വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുത്ത് ചെടിയെ മുളപ്പിച്ചെടുക്കാവുന്നതാണ്.